മാസം ആരംഭം. സർവത്ര രാമനാമം ജപം. കുട്ടികളെ, നിങ്ങൾക്ക് ശ്രീരാമദേവൻ്റെ കഥ അറിയാമോ? കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ അമ്മുമ്മ പറയാട്ടോ, കേട്ടോളൂ. അവതാരപുരുഷനായ ശ്രീരാമൻ്റെ കഥയാണ് രാമായണം, സീതയുടെയും. ആരാണ് ശ്രീരാമൻ? മഹാവിഷ്ണുവിൻ്റെ അവതാരം അല്ലേ? മഹാവിഷ്ണുവിൻ്റെ മറ്റവതാരങ്ങൾ നിങ്ങൾക്കറിയാമോ? അത് തന്നെ, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി അല്ലേ? അറിയാലോ കുട്ടികൾക്ക്. എപ്പോഴാണ് മഹാവിഷ്ണു അവതാരമെടുക്കുന്നത്? ലോകത്ത് അധർമ്മം നശിക്കുമ്പോൾ അത് പുനഃസ്ഥാപിക്കുന്നതിനാണ് മഹാവിഷ്ണു ഓരോ അവതാരവും എടുത്തിട്ടുള്ളത്. അതിൽ 7ാമത്തെ അവതാരമായ രാമാവതാരത്തിൻ്റെ ഉദ്ദേശ്യം രാക്ഷസ രാജാവായ രാവണനെ വധിക്കുകയായിരുന്നു. ആരാണ് ഈ രാവണൻ അറിയാമോ? വിശ്രവസ് എന്ന മഹർഷിയുടെയും കൈകസി എന്ന രാക്ഷസിയുടെയും മകനായിരുന്നു രാവണൻ. ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ രാവണൻ അദ്ദേഹത്തോട് വരം ആവശ്യപ്പെട്ടു. എന്താണ് ആ വരം എന്നറിയാമോ? ഞാൻ ദേവന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, രാക്ഷസന്മാർ എന്നിവരാൽ വധിക്കപ്പെടരുത്. അങ്ങനെ സംഭവിക്കട്ടെ. ബ്രഹ്മാവ് വരം നൽകി. അതോടുകൂടി എന്ത് സംഭവിച്ചു? അതോടുകൂടി രാവണൻ്റെ അഹങ്കാരവും വർദ്ധിച്ചു. ദേവന്മാർ, ഋഷികൾ, ബ്രാഹ്മണർ അങ്ങനെ എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. ഭൂമിയിൽ സമാധാനമില്ലാതായി. ദുഃഖിതയായ ഭൂമിദേവി ദേവന്മാരെ ചെന്ന് കണ്ടു. ദേവന്മാർ ദേവിയുമായി ബ്രഹ്മാവിനെ സമീപിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, രാവണൻ മനുഷ്യരാൽ വധിക്കപ്പെടരുതെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. മനുഷ്യർക്ക് രാവണനെ വധിക്കാൻ കഴിയും. അതുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് പരമശിവനെ ചെന്ന് കാണാം. ബ്രഹ്മാവും ദേവന്മാരും ദേവിയുമായി പരമശിവനെ ചെന്ന് കണ്ടു. പക്ഷേ തൻ്റെ ഭക്തനായ രാവണന് എന്തെങ്കിലും ദോഷം വരുത്താൻ പരമശിവൻ തയ്യാറായില്ല. അതുകൊണ്ട് എല്ലാവരും കൂടി മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ടു. വിഷമിക്കാതിരിക്കൂ, ഞാൻ ഭൂമിയിൽ ദശരഥൻ്റെ മകനായി അവതരിച്ച് രാവണനെ വധിക്കുന്നതായിരിക്കും. മഹാവിഷ്ണു അവരെ ആശ്വസിപ്പിച്ചു. ഇന്ന് ഇത്രയും പോരെ? നാളെ നമുക്ക് രാമാവതാരം കേൾക്കാട്ടോ. ഓക്കേ.